മലയാള ജനതാ ന്യൂസിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതില് ഒപ്പുന്നത് ആരാണെങ്കിലും അവർ വെള്ളം കുടിക്കും. പി വി അൻവറിനെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹം തെറ്റ് കാണിച്ചുകൊണ്ടാണോ അല്ല എന്നുള്ളതിന്റെ സത്യസന്ധമായ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. യുഡിഎഫിലേക്ക് തിരിച്ചു പോകുക വെച്ചാല് ഒരു 50-50 ചാൻസ് ആണ്. പിണറായി കൊടുക്കാന്നുണ്ടെങ്കിൽ വാഗ്ദാനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അൻവർ അങ്ങോട്ട് പോകും. ഇത് പി വി അൻവർ ചെയ്തത് ശരിയാണ്, അത് പിണറായി വിജയൻ ചെയ്ത് വെറും തെറ്റ്. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. കേരളം ഇന്ന് വളരെയധികം ചർച്ചാ വിഷയമായിരിക്കുന്നത് പി വി അൻവറിന്റെ അറസ്റ്റും അദ്ദേഹത്തിന്റെ ജാമ്യവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ചർച്ചകളുമാണ്. നമുക്കറിയാം, അദ്ദേഹത്തെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത ഉണ്ടായ സാഹചര്യം നമുക്കറിയാം. പക്ഷേ ഒരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള അറസ്റ്റാണ് അദ്ദേഹത്തെ നയിച്ചത്. ആ അറസ്റ്റിന് ശേഷം അദ്ദേഹത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ ഏതാനും മണിക്കൂറിൽ അദ്ദേഹത്തെ ഇന്ന് പുറത്തുവിട്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിലൊക്കെ നേടിച്ചു നിൽക്കുന്ന ഒരു ശത്രു എന്ന് പറയുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറ്റു പാർട്ടികൾ ആരെയും അദ്ദേഹം കുറ്റം പറയുന്നില്ല, മറ്റു മന്ത്രിമാരെ അദ്ദേഹം കുറ്റം പറയുന്നില്ല. എന്നാൽ UDF സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല രീതിയിലുള്ള ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം UDF തിരിച്ചു പോകുമോ, ഇല്ല പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ, പിണറായി വിജയന് എതിരെ ഉന്നയിക്കുന്ന ആരോപണം എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളതാണ് നമുക്ക് എന്തായാലും പരിശോധിക്കേണ്ടത്. എന്തായാലും ജനപക്ഷം ഇന്ന് മലയാള ജനതാ ന്യൂസുമായി ഒന്ന് ചർച്ച ചെയ്യണം. എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളുടെ കമന്റ്സുകൾ പ്രതീക്ഷിക്കുകയാണ്. ഈ എപ്പിസോഡിലേക്ക് ഇവരെ ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. നാടകമാണ് ആളുകളെ പറ്റിക്കാനുള്ള നാടകം. അഥവാ ഇപ്പൊ പി വി അൻവർ പറയുന്നത് നാടകം മാത്രമാണ്. പിണറായി വിജയന്റെ ഭാഗത്ത് തന്നെയാണ് ശരി തന്നെ. അതാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. രണ്ട് കൂട്ടരെ ഒരുമിച്ചിരുന്ന് നാട്ടില് അവരെ തമ്മിൽ എന്തിനാണെന്ന് പ്രശ്നം നമുക്ക് അറിഞ്ഞുകൂടാ. ഈ TV കണ്ടേ നമുക്ക് അറിയാവൂ കേസ്. അപ്പൊ അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വിളിച്ചു പറയണ്, അറസ്റ്റായി, കേസായി, എല്ലാം ആയി. അത്രയേ ഉള്ളൂ പറയാനുള്ളത്. സത്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം പീഡനമാണ് പിണറായി വിജയൻ നടത്തുന്നത് എന്ന് പി വി അൻവർ ആലോചിക്കുന്നു. ഒരു കഴമ്പുണ്ടാവും. എന്തോ എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാ ഇല്ല. സത്യത്തിൽ UDF തിരിച്ചു പോകാനുള്ള ഒരു കാരണം ആകെ ഈ നാടകത്തെ കാണാൻ പറ്റുമോ പി വി അൻവറിന്റെ? അങ്ങനെ പിന്നെ അവിടെ വെളി തല്ലുമ്പോ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അറിയാലല്ലേ പറ്റൂ. അങ്ങനെ സ്വയം പാർട്ടി ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് TV ഉണ്ടാക്കി അത് രക്ഷയില്ല. അപ്പൊ അങ്ങനെ ഇതെങ്കിലും കയറി കൊത്താന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരിക്കും തോന്നുന്നു. അതാണ് എന്റെ തോന്നല്. എന്നുവെച്ചാൽ ഒരു പിടിവള്ളി വേണമല്ലോ. ഈ പിണറായി വിജയൻ രണ്ടാമത് സർക്കാർ അധികാരത്തിൽ വന്നില്ലേ, ഒരു നാണം കെട്ട ഒരു അധികാരമാണ്. ഇപ്പൊ ഈ പി വി അൻവറിന്റെ അറസ്റ്റ് എന്തായിരിക്കും കാരണം? അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തോ? ഇന്നലെ അറസ്റ്റ് ചെയ്തു, ഇന്ന് പുറത്തു വിട്ടു. അറിഞ്ഞില്ല? ഇല്ല. ഇന്നലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, ഇന്ന് അദ്ദേഹത്തെ പുറത്തു വിട്ടു. പുള്ളിക്കാരൻ വന്നിട്ട് അവരൊരു MLA ആയിരുന്നതല്ലേ. അദ്ദേഹം മാറാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും അർത്ഥവും കാരണമൊക്കെ കാണണം. അതിലൊരു കാരണം കൊണ്ടായിരിക്കും പുള്ളിക്കാരൻ മാറിയത്. യഥാർത്ഥത്തിൽ 100% കാരണമുണ്ട്. അപ്പൊ ഈ പറഞ്ഞതുപോലെ ആക്ഷേപം ഉന്നയിച്ച പിണറായി വിജയനെതിരെ എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അത്രേ ഉള്ളൂ. പിണറായി വിജയന്റെ രണ്ടാം ഭരണം എന്ന് പറയുന്നത് ഒരു നാണം കെട്ട ഒരു ഭരണമാണ്. അല്ല, ഇത് പി വി അൻവർ ചെയ്തത് ശരിയാണ്, അത് പിണറായി വിജയൻ ചെയ്ത് വെറും തെറ്റ്. അവൻ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അവൻ MLA ആണ്, അവൻ ഒരു പുതിയ ആളൊന്നുമല്ല, അവൻ താക്കത്തുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്ത് വെറും വെട്ടിത്തരം. അത്രേ എനിക്ക് പറയാനുണ്ട്. ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചൊന്നും അദ്ദേഹം കുറ്റം പറയുന്നില്ല. പക്ഷേ പിണറായി വിജയനെതിരെയാണ് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ അഖില ആളുകളും എന്റെ കൂടെ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ അതിൽ എന്താണ് ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട പൊതുജനമാണ്? അതിന് മനസ്സിലാക്കാൻ തരും ഒന്നുമില്ല. ഇത് തന്നെ കേസ്. ആരെ പിണറായി വിജയൻ ചെയ്ത് വെറും തെറ്റ്, അൻവർ ചെയ്തത് ശരിയാണ്. ഇതില് ഒപ്പുന്നത് ആരാണെങ്കിലും അവർ വെള്ളം കുടിക്കും. സത്യത്തിൽ ഉപ്പ് തിന്നത് ആരായിരിക്കും? പി അൻവർ പറഞ്ഞതുപോലെ പിണറായി വിജയനാണോ, അല്ല ഈ പറഞ്ഞതുപോലെ PA അൻവറാണോ? PV അൻവർ ആയിരിക്കാനാണ് സാധ്യത. PV അൻവറിനാണ് സാധ്യത. അതെ, ആണ്. അപ്പൊ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും തീർച്ചയായിട്ടും. ജയിലിൽ ആയതിനു ശേഷം വീണ്ടും അദ്ദേഹം പുറത്തിറങ്ങുകയും ചെയ്യും. അപ്പൊ ഇതിനിടയിൽ ആരായിരിക്കും കളിക്കാം? അതറിയില്ല, അതൊക്കെ കോടതിയുടെ ഇതുപോലെ ഇരിക്കും. ഇതുവരെയുള്ള നിലപാടനുസരിച്ച് അദ്ദേഹം ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറ്റം പറയുന്നില്ല, മറിച്ച് പിണറായി വിജയനെ മാത്രമാണ് ഈ കുറ്റം പറയുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു വിഷയം വരുമോ? വ്യക്തിപരമായി എന്തെങ്കിലും ഉണ്ടാ എന്നറിയില്ല, ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. പി വി അൻവറിനെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹം തെറ്റ് കാണിച്ചുകൊണ്ടാണോ അല്ല എന്നുള്ളതിന്റെ സത്യസന്ധമായ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. രാഷ്ട്രീയ കളികളാണോ അല്ല എന്നുള്ളതിനെ പറ്റിയും അത് കൃത്യമായിട്ട് അന്വേഷണ റിപ്പോർട്ടുകൾ സമർപ്പിച്ചുകൊണ്ട് ഇതിൽ മന്ത്രി ഒരു സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ജോലിയാണോ അല്ല എന്നുള്ളതിനെ പറ്റി സിവിലിയൻസായ നമ്മൾക്ക് സാധാരണക്കാർക്ക് അറിയാൻ പറ്റില്ല. രാഷ്ട്രീയ കളികൾ ഒരുപാടുണ്ടാവാം. എന്നായാലും ഇന്നല്ല നാളെ ആയാലും സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പുറത്ത് വരും എന്നുള്ള ഒരു ഉറപ്പിന്റെ പേരിൽ എല്ലാം നല്ലതുപോലെ നടക്കട്ടെ എന്ന് നമ്മൾ. UDF പ്രതിനിധികളാണ് ഇപ്പോൾ കൂടുതൽ സപ്പോർട്ടുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അത് UDF തിരിച്ചു പോകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്.
അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയില്ല. കാരണം ഈ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി കറങ്ങാറുണ്ട്. ചിലപ്പോൾ UDF ഉം LDF ഉം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാഴ്ചപ്പാട് അവർക്കുണ്ടാവും. ഒരാൾ അതിൽ നിന്ന് ചാടിയാൽ നമുക്ക് ചേർക്കാം എന്നുള്ള ഒരു ധാരണ ഉണ്ടാവും. അതെല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ കാലത്തും വെച്ച് പുലർത്തുന്ന ഒരു രീതിയാണ്. എല്ലാം എന്ന് പറയുകയാണെങ്കിൽ മൊത്തത്തിലൊരു രാഷ്ട്രീയ കളിയാണത്. ആര് കുറച്ച് കഴിയുമ്പോഴേ പിണറായി കൊടുക്കാന്നുണ്ടെങ്കിൽ വാഗ്ദാനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അൻവർ അങ്ങോട്ട് പോകും. ഇപ്പം കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് ചാടി. അതുകൊണ്ട് രണ്ട് വള്ളത്തിൽ ചവിട്ടുന്ന ആൾക്കാരാണ് ഇവരുടെ പൊതുവേ രാഷ്ട്രീയം. അതുകൊണ്ട് പോലീസുകാരുടെ ഭാഗത്താണ് കൂടുതൽ ആക്ഷേപം ഉന്നയിക്കുന്നത്. കാരണം പോലീസുകാരാണ് ഈ പറഞ്ഞ മലപ്പുറത്തെ ഒരു വർഗീയതയാക്കി മാറ്റുന്നത് എന്നാണ് അൻവറിന്റെ ആക്ഷേപം. ഇല്ല, അത് നീതിയുടെ ഭാഗത്താണ് നിൽക്കുന്നത് എന്നാണ് പിണറായി വിജയന്റെ ഭാഗം. സത്യത്തിൽ എന്തെങ്കിലും എന്താണ് ഒരു പൊതു വ്യക്തി എന്ന നിലയ്ക്ക് പറയാം? ഇത്രയും കാലം പറയാതെ ഇപ്പം പോലീസിനെതിരായിട്ട് പറഞ്ഞതിൽ ന്യായീകരിക്കാൻ ഒരു കാരണവുമില്ല. കാരണം ഇപ്പോൾ ഒരു അത്യാവശ്യം ഇങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണല്ലോ ഈ അൻവർ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിന് മുമ്പ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇത്രയും വർഷം അവരുടെ കൂടെ ആയിരുന്നില്ലേ. അപ്പോഴാ പോലീസിനെ പറ്റി ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിന്ന് നിലകൊള്ളൂല്ല ഈ പറയുന്നത്. തൽക്കാലം എവിടെയെങ്കിലും ചായാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയായിരുന്നു. UDF തിരിച്ചു പോകാന്ന് വെച്ചാൽ ഒരു 50-50 ചാൻസ് ആണ്. UDF പോകാൻ ചാൻസ് ഇപ്പോൾ കൂടുതലുണ്ട്. അത് കാരണമാണ് UDF എല്ലാ വ്യക്തികളും നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. സത്യത്തിൽ ഈ പിണറായി വിജയനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തെങ്കിലും കടമ്പുണ്ടാവും? ഒരു മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുക, ഇല്ലായ്മ ചെയ്യുക എന്ന RSSന്റെ നയത്തിനോട് കൂടുതൽ കൂട്ടു നിൽക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നത് അതൊക്കെ കടമ്പുണ്ടാവും. ചില സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് അങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു മുതലെടുപ്പായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ഒരു നേട്ടത്തിന് വേണ്ടിയായിരിക്കാം. പക്ഷേ PV അൻവറിനെ മുഖ്യമന്ത്രി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു വ്യക്തമായ ഒരു ധാരണ PV അൻവറിന് ഉണ്ടായത് കൊണ്ടാണ് PV അൻവറിനെ ഇപ്പോൾ ഒരു മാറി ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വന്നത്. DMKയുടെ ഈ ഒരു പാർട്ടി എങ്ങനെയായിരിക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കുമെന്നുള്ള ഒരു ആശങ്കയുണ്ട്? അതിനെ ചാൻസ് കാണുന്നു. DMKക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മേഖലയിൽ അദ്ദേഹം കുറെ വോട്ട് ബാങ്കാണ്, അദ്ദേഹത്തിന് കുറെ വോട്ടുകൾ കിട്ടും എന്നൊക്കെയുള്ള ആത്മവിശ്വാസമുണ്ട്. എന്തായിരുന്നാലും ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായാൽ മാത്രമേ അൻവറിന് പിടിച്ചു നിൽക്കാനും നിലനിൽപ്പുള്ളൂ എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം. ഇതാണ് PV അൻവറിന്റെ അറസ്റ്റിനെ കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം. ഇനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. PV അൻവർ ആർക്കെതിരെ? എന്താണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം? UDF തിരിച്ചു പോകാനുള്ള ഒരു അടവാണോ? ഇല്ല, പിണറായി വിജയനെതിരെയുള്ള ആക്ഷേപമാണോ? സത്യത്തിൽ പിണറായി വിജയൻ ഈ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഒരു ഏകപക്ഷീയമായി RSSന് ചൂട്ടുപിടിക്കുകയാണോ? കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്താണെന്ന് മലയാള ജനതാ ന്യൂസും കാത്തിരിക്കുന്നു. മലയാള ജനതാ ന്യൂസിന് വേണ്ടി അബ്ദുറഹ്മാൻ പള്ളിത്തിരിവ്. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും.